പണ്ട് ചോറ്റാനിക്കര അമ്പലത്തിൽ എല്ലാ ദിവസവും ഒരു 5 വയസ്സുകാരി വരുമായിരുന്നു. പേര് ലക്ഷ്മി. അച്ഛനും അമ്മയും ലക്ഷ്മിയുടെ നേരത്തെ മരിച്ചു. അമ്പലത്തിൻ്റെ വരാന്തയിലാണ് ഉറക്കം. ഭക്തർ കൊടുക്കുന്ന പ്രസാദം കഴിച്ചാണ് ജീവിതം. എന്നാലും മോൾക്ക് ഒരു ദിവസം പോലും സങ്കടമില്ല. രാവിലെ എഴുന്നേറ്റാൽ നേരെ നടക്കിൽ പോകും. അമ്മേ, ഇന്ന് എന്താ എനിക്ക് തരുന്നത് എന്ന് ചോദിക്കും. ചിലപ്പോൾ പായസം കിട്ടും, ചിലപ്പോൾ അവിൽ. എന്ത് കിട്ടിയാലും നന്ദി അമ്മേ എന്ന് പറഞ്ഞ് ചിരിക്കും. ഒരു മഴക്കാലം വന്നു. തുടരെ 3 ദിവസം ആരും അമ്പലത്തിൽ വന്നില്ല. പ്രസാദവുമില്ല. ലക്ഷ്മി വിശന്നു തളർന്നു. 3-ാം ദിവസം രാത്രി അവൾ നടക്കിൽ കിടന്ന് കരഞ്ഞു. അമ്മേ, നീയില്ലാതെ എനിക്ക് ആരുമില്ല. വിശക്കുന്നു അമ്മേ, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. നീ എന്നെ നിന്റെ കൂടെ കൊണ്ടുപോയി കൂടെ. കരഞ്ഞ് കരഞ്ഞ് അവൾ അവിടെ തന്നെ ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ മേൽശാന്തി നട തുറക്കാൻ വന്നപ്പോൾ കണ്ട കാഴ്ച. നടക്കൽ ലക്ഷ്മി നല്ല ഉറക്കം. അവളുടെ തലയ്ക്ക് താങ്ങായി ഒരു മടക്കിയ പട്ടുസാരി. ദേഹത്ത് പുതപ്പിച്ചിരിക്കുന്നത് സ്വർണ്ണ നിറമുള്ള ഒരു കാശ്മീരി ഷാൾ. അടുത്തൊരു വാഴയിലിൽ ചൂടുള്ള ചോറും പപ്പടവും മാങ്ങാക്കറിയും. മേൽശാന്തി ഞെട്ടി അവളെ വിളിച്ചുണർത്തി. മോളെ, ഇതൊക്കെ ആര് തന്നു? ലക്ഷ്മി ചിരിച്ചു. രാത്രി അമ്മ വന്നു തിരുമേനി. എന്നെ മടിയിൽ കിടത്തി. മോള് കരയണ്ട, അമ്മയില്ലേ കൂടെ എന്ന് പറഞ്ഞു. പാട്ട് പാടി ഉറക്കി. എന്നിട്ട് ചോറ് വാരി തന്നു. ഈ ഷാൾ പുതപ്പിച്ചു. രാവിലെ പോകുമ്പോൾ പറഞ്ഞു, നാളെ മുതൽ നിനക്ക് വിശക്കില്ല മോളെ എന്ന്. മേൽശാന്തി ഓടിച്ചെന്ന് ശ്രീകോവിൽ തുറന്നു നോക്കി. അമ്മയുടെ തിടമ്പിൽ ചാർത്തിയിരുന്ന പട്ടുസാരി കാണാനില്ല. അഭിഷേകം കഴിഞ്ഞ് അമ്മയെ പുതപ്പിക്കുന്ന കാശ്മീരി ഷാളുമില്ല. അദ്ദേഹം വിറയ്ക്കുന്ന കൈയോടെ നിന്നുപോയി. അന്നു മുതൽ ലക്ഷ്മിക്ക് വിശപ്പറിഞ്ഞില്ല. അമ്പലത്തിലെ ജോലിക്കാർ അവളെ പോറ്റി. അവൾ വളർന്നു വലുതായി. അമ്പലത്തിലെ നർത്തകിയായി. മരണം വരെ അവൾ പറയും, എനിക്ക് അച്ഛനും അമ്മയും ഇല്ലായിരിക്കും, പക്ഷേ എനിക്ക് ലോകം മുഴുവൻ കാക്കുന്ന ഒരമ്മയുണ്ട്, ചോറ്റാനിക്കര അമ്മ. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹമുണ്ടാവട്ടെ. കഥ കേട്ട് കേട്ട് അമ്മയുടെ